നമ്മളിന്ന് ഉണ്ടാക്കുന്നത് കൊഞ്ച് അല്ലെങ്കിൽ ചെമ്മീൻ തീയലാണ് കേട്ടോ. അതിലേക്കുള്ള കൊഞ്ചാണിത്. ഇനി ഇത് വൃത്തിയാക്കി എടുക്കണം. ഇതാ വൃത്തിയാക്കി തലയും കളഞ്ഞ് അതിൻ്റെ തൊണ്ടും കളഞ്ഞ് കുടലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഈ കുടലെടുക്കുന്നത് ചിലർക്ക് അറിയില്ല, അതുകൊണ്ട് പറഞ്ഞു തരാണ്. ഈ തല കട്ട് ചെയ്യുന്ന സമയത്ത് തലയുടെ ഭാഗത്തുനിന്ന് ഉടലിലേക്കൊരു നാര് പോലെ കാണാം. അതിങ്ങ് വലിച്ച് ഊരിയെടുത്താൽ മതി. അതിരുന്നാൽ ചില ആൾക്കാർക്ക് വയറുവേദന വരും. അല്ലെങ്കിലും കുടലെടുക്കുന്നത് നല്ലതല്ല, അത് കളയുക തന്നെ വേണം. എന്നിട്ട് കളഞ്ഞിട്ട് കഴുകി ഇതാ ഒരു തുളയുള്ള പാത്രത്തിൽ ഞാനിത് വെള്ളം വാലാൻ വെച്ചൊക്കെയാണ്. ഇനി നമ്മളിത് തേങ്ങ വറുത്തിട്ടാണ് അരയ്ക്കുന്നത്. അതിലേക്ക് ഒരു മുറി തേങ്ങ ഇതാണ്ടോ. ഈ തേങ്ങയെ നമ്മൾ ചെറുതായിട്ട് തിരുമ്മിയെടുക്കണം. പൂളിയ കഷ്ണം ഇതിലേക്ക് ഇടരുത്. ഇട്ടാൽ അരയ്ക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അത് മറ്റേ തേങ്ങയുടെ കൂടെ വെന്ത് കിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് ഉള്ളി വേണം, ചെറിയ ഉള്ളി. സവാളയുടെ ആവശ്യമില്ല കേട്ടോ. ഇവിടെ ചെറിയ ഉള്ളി മതി. ചെറിയ ഉള്ളി ഇതാ ഒരു ഇത്ര ഉള്ളി, അത്ര ചെമ്മീന് ഒരു ഇത്ര ഉള്ളി തൊലിച്ച് കഴുകി ഞാൻ വെച്ചിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് വേണം. അതാണ് ഈ 2 പച്ചമുളക്. ഈ മുളക് തന്നെ വേണമെന്നില്ല, മറ്റേ മുളകായാലും മതി. ഇതിവിടെ വീട്ടിലുണ്ടായതാണ്. ഞാൻ മുകളിൽ കയറി പോകുമ്പം ടെറസിന് മുകളിൽ കൃഷിയുണ്ട്. അത് കണ്ടപ്പോൾ 2 ഫ്രഷായിട്ട് പറിച്ചുകൊണ്ട് വന്നതാണ്. മറ്റേ മുളകായാലും മതി. ഇനി ഇത് അരിഞ്ഞു വയ്ക്കുക. ഒരു ഉള്ളി എടുത്തിട്ട് 2ആയിട്ട് മുറിക്കുക. 2 കഷ്ണമായിട്ട് മുറിച്ചാൽ, എത്ര വലിയ ഉള്ളിയാണെങ്കിലും അത് 2ആയിട്ട് മുറിച്ചാൽ മതി. ഇതാ മുളക് ഇതുപോലെ കുനുകുനാന്ന് അരിഞ്ഞു വയ്ക്കുക. ഇതിൽ ചെറുതായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഒരു കരിവേപ്പില ആവശ്യമുണ്ട്. ഇതിലേക്ക് ഒരു കരിവേപ്പില കൂടി വെച്ച് കൊടുക്കുക. ഈ 3 സാധനമാണ് നമ്മൾ ചെമ്മീനിൻ്റെ കൂടെ ഇട്ട് വേവിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ആ തിരുവിയ തേങ്ങ എടുക്കാം. ആ തേങ്ങയുടെ കൂടെ സൈഡിൽ കാണുന്നത് ചെറിയ ഉള്ളി തേങ്ങയിലിട്ട് കൂടെ ഇട്ട് വറക്കാനുള്ളതാണ് കേട്ടോ. അപ്പുറം കാണുന്നത് ഇട്ട് പുഴുങ്ങാനുള്ളതും. ഇതിലേക്കൊരു കരിവേപ്പില കൂടെ വെച്ച് കൊടുക്കുക ഈ വറക്കാനുള്ളതിലേക്ക് കേട്ടോ. ഉണ്ടോ, ഈ ഒരു കരിവേപ്പിലയും ഈ ഉള്ളിയും തേങ്ങയും കൂടെ ഇട്ടാണ് വറക്കേണ്ടത്. ഈ ഉള്ളി നമ്മൾ അരിഞ്ഞെടുക്കണം. ഏകദേശം അത് 2ആയിട്ട് മുറിച്ചാൽ പോരാ കേട്ടോ. ഈ സൈസിൽ ഒന്ന് അരിഞ്ഞെടുക്കുക. ഈ കരിവേപ്പില ഊരി വയ്ക്കുക. തണ്ടൊക്കെ എടുക്കുക. തണ്ട് ഞാൻ ഇവിടെ ഉള്ള കരിവേപ്പില കൊണ്ടാണ് ഇതിൻ്റെയൊക്കെ തണ്ട് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ വാങ്ങുന്നതാണെങ്കിൽ ഉപയോഗിക്കില്ല. ഇത് ഫ്രഷ് വീട്ടിലെ നല്ല കരിവേപ്പിലയാണ്, അതുകൊണ്ടാണ് കേട്ടോ. ഇത് ഇത്ര സാധനം വറുത്തെടുക്കാനുള്ളത്. അപ്പുറത്ത് കാണുന്ന സാധനം അതിൻ്റെ കൂടെ ഇട്ട് വേവിക്കാനുള്ളത്. 2ലും കരിവേപ്പില വേണം. ഇനി ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ഒരു ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ തിളയ്ക്കാനും അധികം പുക വന്നിട്ട് ഇതാവാനും നിൽക്കണ്ട. ഒന്ന് എന്ന് തോന്നുമ്പോഴത്തേക്കും, ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോഴത്തേക്കും നമ്മൾ തേങ്ങയുടെ കൂടെ പീസാക്കി വെച്ചില്ലേ, അരിഞ്ഞു വെച്ച കഷ്ണം ഉള്ളിയില്ലേ, അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതും ചോക്കയും മുക്കയും ഒന്നും വേണ്ട. ആ പച്ച വാടലൊന്ന് പോവും വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇത് തേങ്ങയുടെ കൂടെ കിടന്ന് മൂത്തോളുന്ന സാധനമാണ്. ഇത് തേങ്ങ വാരുമ്പോഴും എടുക്കുമ്പോഴും ഒക്കെ ഈ ഉള്ളി അതിൽ തന്നെ ഉണ്ടാവും. അതിന് ശേഷം തേങ്ങ ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ കരിവേപ്പിലയും എല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇട്ടിട്ട് നമ്മളങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ഇത് നല്ല മൂക്കണം. തീ അധികം ഇടണ്ട. കുറേശ്ശെ ചെറിയ തീയിൽ ഒന്ന് ഇടത്തരം തീയിലൊന്നിട്ട് ഒന്ന് നല്ലതായിട്ടൊന്ന് വറുത്തെടുക്കുക. അടി പിടിക്കുകയോ കരിയോ ചെയ്യരുത്. നല്ല ടേസ്റ്റുള്ള കറിയാണ്. നമ്മൾ ശ്രദ്ധിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണിത്. കണ്ടോ, അടിയിലൊന്നും പിടിക്കാതെ കിടക്കുന്നുണ്ടോ. തീ കൂട്ടിയാൽ അടി പിടിക്കും. ഇതാ ഒന്ന് ചുവന്ന് വരുന്നുണ്ട്. ഇത് പോരാ കേട്ടോ, ഇത് പരുവമല്ല. ഇനി കുറച്ചും കൂടെ മൂക്കണം. മൂക്കുന്ന കണക്ക് ഞാൻ കാണിച്ചു തരാം. എപ്പോഴെങ്കിലും നിങ്ങൾ തീ കൂട്ടി ഇടുകയാണെങ്കിൽ കരിയുമെന്ന് കണ്ടാൽ ഓഫാക്കുക. ഓഫാക്കി വെച്ചതിന് ശേഷം ഇളക്കി കൊടുക്കുക. ഒന്ന് തണുത്തതിന് ശേഷം, സാധാരണ ചൂടിലെത്തിയതിന് ശേഷമേ സ്റ്റൗവിനെ കത്തിക്കാൻ പാടുള്ളൂ. ഇതാ മൂത്തു. നമുക്ക് ഏകദേശം ഇത് മതി. ഇനി നമ്മൾ ഗ്യാസ് ഓഫാക്കുക. കണ്ടല്ലോ, കളറൊക്കെ കണ്ടല്ലോ. ഈ ഒരു പരുവത്തിൽ തേങ്ങ വരുമ്പോൾ ഇത് ഓഫാക്കി വെച്ചിട്ട് പിന്നെ ഇളക്കണം. കാരണം തിളച്ച് കിടക്കുന്ന ചീനച്ചട്ടിയാണ്, തിളച്ച് കിടക്കുന്ന തേങ്ങയാണ്. അപ്പോൾ കരിയാനുള്ള സാധ്യത ഒരുപാടുണ്ട്. അപ്പോൾ ഓഫാക്കിയിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കാം. പിന്നെ ഒരു നോർമൽ ചൂടലായതിനു ശേഷം നിർത്തുക. ഇനി അടുത്ത നമുക്ക് കൊഞ്ചിനെ പുഴുങ്ങിയെടുക്കണം. അതിലേക്കായിട്ട് ഈ കൊഞ്ചും നമ്മൾ വേറൊരു പ്ലേറ്റിൽ വെച്ചില്ലായിരുന്നോ ഉള്ളി, അതൊക്കെ കൂടെ പുഴുങ്ങണം. ഇത് നമുക്ക് അരച്ചെടുക്കണം. ഇതിൻ്റെ അപ്പുറത്തേക്കായിട്ട് പുളിയുണ്ട്. ഈ പുളി പിഴിഞ്ഞ് നമ്മൾ വെള്ളമാക്കി എടുത്ത് വയ്ക്കണം. പുളി പിഴിഞ്ഞ് ഒരു പാത്രത്തിൽ വയ്ക്കുക. ഈ തേങ്ങ ഞാൻ അമ്മി കൊണ്ട് തട്ടിയിട്ടുണ്ട്. കാരണം ഞാൻ അമ്മിയിലാണ് അരയ്ക്കുന്നത്. നിങ്ങൾക്ക് മിക്സിയിൽ അരയ്ക്കാം കേട്ടോ. അമ്മിയിലരച്ചാലും മിക്സിയിലരച്ചാലും നല്ല മഷിയായിട്ട് അരയ്ക്കണം. പട്ടുപോലെ അരയണം. ഞാൻ അരച്ച് വാരി വെച്ചിട്ടുണ്ട്. അടുത്തിനി നമ്മൾ പുളിവെള്ളം എടുക്കുക. ഈ പുളിവെള്ളം എടുത്തിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ കത്തിച്ച് കൊടുക്കുക. എന്നിട്ട് ഈ വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. ഈ പുളിവെള്ളം ആദ്യം ഒഴിക്കണം കേട്ടോ.
ഇതിലേക്ക് പുളിവെള്ളം ഞാൻ ഒഴിക്കുകയാണേ. ആ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ 1 സ്പൂണ് മുളക് പൊടി എന്ന് പറഞ്ഞാൽ ഒരു ഇത്തിരി അത്യാവശ്യം നിങ്ങൾക്ക് എത്ര എരി വേണമെന്ന് അറിയാമല്ലോ. ആക്കണം. നിങ്ങളെ എരി പാകത്തിന് കുറച്ച് മുളക് പൊടി ഇടുക. ഒരു ചെറിയ സ്പൂണിന് മല്ലി ഇടുക. മുളക് പൊടി മല്ലിയേക്കാളും കൂടുതലിടുക. ഇത് വറുത്ത് പൊടിച്ച മല്ലിപ്പൊടിയാണ്, പച്ച മല്ലി ഇടരുത്, അത് ശ്രദ്ധിക്കണം. വറുത്ത മല്ലിപ്പൊടിയേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇതിലേക്ക് ഇനി നമ്മൾ ഈ കഷ്ണം അങ്ങോട്ട് കൊടുക്കുക. എന്താ കൊഞ്ചിൻ്റെ ആ കഷ്ണം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. മല്ലി, മുളക്, കൊഞ്ച്. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം നമ്മൾ. ഞാൻ കല്ലുപ്പാണ് ഉപയോഗിക്കുക. നിങ്ങൾ പൊടിയുപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ പാകത്തിന് നിങ്ങൾ ഉപ്പിട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഈ അരിഞ്ഞു വെച്ചില്ലേ സാധനങ്ങൾ, ചെറിയ ഉള്ളി, പച്ചമുളക്, കരിവേപ്പില, ഇത് 3ഉം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത്രയും മതി വേവിക്കാനായിട്ട്. ഇനി ഒരു സാധനവും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇത്ര മതി. കരിവേപ്പില എല്ലാം ഇട്ടിട്ടുണ്ട്. ഇട്ടിട്ട് നമ്മൾ ഇത് മൂടി വെച്ച് വേവിക്കണം കേട്ടോ. നന്നായിട്ട് വേവിക്കുക. നമുക്കത് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചിട്ട് നല്ല തീ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ചെമ്മീനിന് നല്ല വേവുണ്ട്. നമ്മൾ വിചാരിക്കും വേവ് കുറവാണെന്ന്. അല്ല, ചെമ്മീനിൻ്റെ ഇട്ട ഉടൻ ചെമ്മീനിൻ്റെ നിറം അങ്ങ് മാറും. അപ്പോൾ നമ്മൾ വിചാരിക്കും വെന്തെന്ന്. അല്ല, ചെമ്മീനിന് നല്ല വേവുള്ള സാധനമാണ്. നല്ല വെന്തില്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ വയറുവേദന വരും. വെന്ത് ഉള്ളിയൊക്കെ നല്ല വെന്ത് നന്നായിട്ട് കണ്ടോ, അതിൻ്റെ ഗ്രേവി ഉണ്ടോ, കട്ടിയായത് കണ്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച കൂട്ടില്ലേ അതിങ്ങനെ ഒഴിച്ചു കൊടുക്കണം. കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, വെള്ളം കൂടരുത്. വെള്ളം ഒരുപാട് കൂടിയാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. ഇത്തിരി കട്ടിക്കിരിക്കുന്നതാണ് നല്ലത്. ഇനി ഇത് ചപ്പാത്തിക്ക് പാകമാണ് കേട്ടോ. ചപ്പാത്തിയും ഈ വറുത്തരച്ച കൊഞ്ച് തീയലും നല്ല കോമ്പിനേഷനാണ്. സൂപ്പർ ടേസ്റ്റാണ്. വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നാൽ നമ്മൾ ഇത് കൊടുത്താൽ മതി. അവർ പിന്നെയും വരും കേട്ടോ. ഇത് കഴിക്കാൻ വേണ്ടി വരും. അത്ര ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറയും കേട്ടോ. എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിച്ചാൽ എന്ത് സംശയം ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ചോറിന് ഈ കട്ടി പോരാ. ചോറിന് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ചപ്പാത്തിക്ക് ഇത് കറക്റ്റാണ്. കുറച്ച് വെള്ളം നോക്കി ഒഴിക്കണം. കാരണം അവരവർക്ക് കറി എത്ര വേണമെന്നും എത്ര വെള്ളം വേണമെന്നൊക്കെ ഓരോർക്ക് ഓരോ കണക്കാണ്. ഓരോ വീട്ടിൽ വിളമ്പുന്ന ആ ഒരു വീട്ടമ്മയുടെ ഒരു ഓപ്ഷനാണത്. എനിക്ക് ഇത്ര കട്ടി മതി. ഇനി ഇത് തിളച്ച് വരുമ്പം ഒരു പാകമാവും. പിന്നെ ഇത് തേങ്ങ കൂട്ട് ചേർത്ത് കഴിഞ്ഞാൽ കുറേ ഇട്ടങ്ങ് തിളപ്പിക്കരുത്. ഇത് വറവിടേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിങ്ങനെ തന്നെ എടുത്താൽ മതി. ഇതിപ്പോൾ പാകമാണ് കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി തേങ്ങ എടുത്ത് തിരുവുക കേട്ടോ. തേങ്ങ ഇതിൽ കുറച്ചുകൂടി ചേർക്കാം. ബാക്കി സാധനങ്ങളൊക്കെ ഏകദേശം അത് തന്നെ മതിയാവും. ഇത് ചോറിനും ചപ്പാത്തി, ദോശ, അങ്ങനത്തെ ഒരുവിധം സാധനങ്ങൾക്കെല്ലാം ഇത് ചേരും. ഇത് കണ്ടോ തിളയ്ക്കുന്നുണ്ട്. മതി കേട്ടോ, ഇത്ര മതി. ഇതെല്ലാവരും ഉണ്ടാക്കുക. നല്ല കറിയാണ്. എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിച്ചാൽ എന്ത് സംശയം ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞുതരും. എൻ്റെ എല്ലാ പാചകങ്ങൾക്കും ഉത്തരവാദി ഞാൻ തന്നെയാണ്. അപ്പോൾ എന്നോട് വന്ന് ചോദിക്കുക, മറുപടി പറയാനായിട്ട് ഞാൻ സമയം കണ്ടെത്തും. ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക നല്ലതാണോ അല്ലയോ എന്ന്. എന്തൊരു മണമെന്നറിയോ, നല്ല മണം വരുന്നുണ്ട്. അതുപോലെ ടേസ്റ്റും.